ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിസര പഠനത്തിലെ ആദ്യത്തെ 3 യൂണിറ്റുകൾ റിവിഷൻ നടത്തി, അല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ 4, 5, 6, 7 യൂണിറ്റുകൾ നടത്തും. എല്ലാവരും റെഡിയല്ലേ? തുടങ്ങിയാലോ? നാലാമത്തെ യൂണിറ്റായ കലാകേരളമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണിത്. അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കണം. നമുക്ക് ഓരോ പോയിന്റും പഠിച്ചുറപ്പിക്കാം. എല്ലാവരും റെഡിയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് വേഗത്തിലൊന്ന് നോക്കാം, അല്ലേ? ആദ്യം തന്നെ നമ്മൾ കേരളത്തിലെ നാടൻ കലകളെയും അനുഷ്ഠാന കലകളെയും പറ്റി പഠിക്കും. അത് കഴിഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളെപ്പറ്റി നമ്മൾ പരിചയപ്പെടും. പിന്നെ ചിത്രകലയുടെ ലോകത്ത് വിസ്മയം തീർത്ത ഒരു മഹാനായ കലാകാരനെക്കുറിച്ചും അവസാനം നമ്മുടെയെല്ലാം കേരളത്തിൻ്റെ സ്വന്തം ഉത്സവങ്ങളെയും ആഘോഷങ്ങളെക്കുറിച്ചും പഠിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്: നാടൻ കലകളും അനുഷ്ഠാന കലകളും. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മുടെ ആളുകളുടെ ഇടയിൽ തന്നെ അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും വിശ്വാസങ്ങളിലുമൊക്കെ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന കലാരൂപങ്ങളാണിവ. ഇവ ഓരോന്നും നമ്മുടെ സംസ്കാരത്തിന്റെ ഹൃദയമിടിപ്പുകൾ തന്നെയാണെന്ന് പറയാം. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ? ഈ 3 കലാരൂപങ്ങളും നമ്മുടെ നാട്ടിലെ പലതരം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തേത് നോക്കൂ, തിരുവാതിര. ധനുമാസത്തിലെ തണുപ്പുള്ള രാത്രിയിൽ നമ്മുടെ അമ്മമാരൊക്കെ സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത് മുടിയിൽ ദശപുഷ്പം ചൂടി നടുക്കൊരു നിലവിളക്ക് കത്തിച്ചുവെച്ച് അതിനു ചുറ്റും കൈകൊട്ടി കളിക്കുന്നതെന്ന് മനസ്സിലോർത്തു നോക്കിക്കേ, എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അടുത്തത് ഒപ്പനയാണ്. ഇത് കൂടുതലായും മുസ്ലിം കല്യാണ വീടുകളിലാണ് കാണുന്നത്. മണവാട്ടിയെ ഒരു പീഠത്തിലിരുത്തി കൂട്ടുകാരികളൊക്കെ ചുറ്റുമിരുന്ന് പാട്ടുപാടി കൈകൊട്ടി കളിക്കുന്ന ഒരു കലാരൂപം. ഇനി വട്ടപ്പാട്ട് എന്താണെന്നല്ലേ? ഇത് ഒപ്പനയുടെ ആണുങ്ങളുടെ വേർഷനാണ്. അതുകൊണ്ടിതിനെ ആണൊപ്പനയെന്നും വിളിക്കും. ഈ പേര് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആണൊപ്പന എന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വട്ടപ്പാട്ട്. ഇത് മറക്കല്ലേ കേട്ടോ. അടുത്ത കലാരൂപം മാർഗംകളിയാണ്. ഇതിലെ ഓരോ പോയിന്റും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ പോയിന്റ്: ഇതൊരു ക്രിസ്തീയ കലാരൂപമാണ്. രണ്ടാമത്തത്: ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമാണ്. കൃത്യമായി ഓർക്കണം, 12 പേർ. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരെയാണ് ഈ 12 പേർ പ്രതിനിധീകരിക്കുന്നത്. പിന്നെ ഇതിന്റെ വേഷം, സ്ത്രീകൾ ധരിക്കുന്ന ചട്ടയും മുണ്ടും. ഈ പേര് മറക്കരുത്. പണ്ട് പുരുഷന്മാരായിരുന്നു ഇത് അവതരിപ്പിച്ചിരുന്നത്, പക്ഷേ ഇന്ന് സ്ത്രീകളാണ് ചെയ്യുന്നത് എന്ന മാറ്റവും ഓർത്തുവെക്കണം. ഇനി നമുക്ക് കഥ പറയുന്ന 2 കലാരൂപങ്ങളെ പരിചയപ്പെടാം. ഒന്ന്, മംഗലം കളി. മംഗലം എന്ന് പറഞ്ഞാൽ കല്യാണം എന്നാണല്ലോ അർത്ഥം. അപ്പോൾ പേര് പോലെ തന്നെ ഇതൊരു വിവാഹവുമായി ബന്ധപ്പെട്ട കളിയാണ്. ഇതിലെ പ്രധാന വാദ്യോപകരണം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് തുടിയാണ്. ഓർത്തുവയ്ക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. കല്യാണത്തിന് ആളുകൾ സന്തോഷം കൊണ്ട് തുടിച്ചു നിൽക്കുമല്ലോ, അല്ലേ? അടുത്തത് വില്ലടിച്ചൻ പാട്ടാണ്. പേരിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം. ഇതിലെ പ്രധാന ഉപകരണം ഒരു വലിയ വില്ലാണ്. ആ വില്ലിൽ കൊട്ടി താളമിട്ടാണ് അവർ പുരാണകഥകളൊക്കെ പാടുന്നത്. വളരെ എളുപ്പമല്ലേ തോർക്കാൻ? ഇപ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകളെയാണ് കാണുന്നത്. ഒന്ന് തെയ്യം. ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഭക്തരുടെ മുന്നിലേക്ക് വരുന്ന ഒരാരാധനാ രീതിയാണത്. ചെണ്ടയുടെ ശബ്ദവും ഭീമാകാരമായ രൂപങ്ങളുമൊക്കെയായി കാണേണ്ടൊരനുഭവം തന്നെയാണ് തെയ്യം. ഇതിന് കളിയാട്ടമെന്നും തിറ എന്നും പേരുകളുണ്ട്. ഈ പേരുകൾ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റേ നോക്കൂ, കുമ്മാട്ടി. ഓണക്കാലത്ത് തൃശ്ശൂർ ഭാഗത്തൊക്കെ കാണുന്ന ഒരു രസകരമായ കാഴ്ചയാണത്. കുമ്മാട്ടിപ്പുല്ലൊക്കെ ദേഹത്ത് വെച്ചുകെട്ടി പലതരം ദേവന്മാരുടെയൊക്കെ വലിയ മുഖമൂടികളും വെച്ച് വീടുകൾ തോറും കയറിയിറങ്ങി നൃത്തം ചെയ്യുന്ന കുമ്മാട്ടിക്കൂട്ടം. നാടിന്റെ മണ്ണിൽ നിന്നും നമ്മുടെയൊക്കെ ഇടയിൽ നിന്നും വളർന്നുവന്ന നാടൻ കലകൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും വളർന്നുവന്ന ലോകമെമ്പാടും പ്രശസ്തമായ ഒരുപാട് ചിട്ടകളും നിയമങ്ങളുമുള്ള കേരളത്തിന്റെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ പരിചയപ്പെടാം. റെഡിയല്ലേ? അഭിനയകലയുടെ അമ്മ ഈ വിശേഷണം ഏത് കലാരൂപത്തിനാണെന്നറിയാമോ? ഒന്നോർത്തു നോക്കിക്കേ. ഇത് കൂടിയാട്ടത്തിനാണ്. സംസ്കൃത നാടകങ്ങൾ അഭിനയിച്ചു കാണിക്കുന്ന വളരെ പഴക്കമുള്ള ഒരു രീതിയാണത്. അഭിനയത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത്. ഈ പോയിന്റ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, മറന്നുപോകരുത് കേട്ടോ. കൂടിയാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? യുനെസ്കോ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക സംഘടന, മനുഷ്യരാശിയുടെ അമൂല്യമായ പൈതൃകമായി അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപമാണ് നമ്മുടെ സ്വന്തം കൂടിയാട്ടം. അതെ, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഈ ലോകോത്തര ബഹുമതി ലഭിച്ചത് നമ്മുടെ കൂടിയാട്ടത്തിനാണ്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, നോട്ട് ചെയ്തു വെച്ചോളൂ. അടുത്തത് കേരളത്തിന്റെ അഭിമാനമായ കലാരൂപം കഥകളി. കലകളുടെ രാജാവ് എന്നാണ് കഥകളി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഇതിൽ എല്ലാമുണ്ട്.
നല്ല മനോഹരമായ നൃത്തം, കഥാപാത്രമായി മാറുന്ന അഭിനയം, ഗംഭീരമായ വേഷം, പാട്ട്, ചെണ്ടയും മദ്ദളവും പോലുള്ള വാദ്യമേള, പിന്നെ കൈകൾ കൊണ്ട് കഥ പറയുന്ന മുദ്രകൾ, ഇതെല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ കലയാണ് കഥകളി. അതുകൊണ്ടാണ് കഥകളിയെ കലകളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്. കഥകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിലെ വേഷങ്ങൾ. മുഖത്തെ നിറം കണ്ടാൽ തന്നെ നമുക്ക് ആ കഥാപാത്രം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായും 5 തരം വേഷങ്ങളുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. 1. പച്ച, നല്ലവരായ ധീരരായ കഥാപാത്രങ്ങൾക്ക്, അതായത് ശ്രീരാമനെപ്പോലുള്ള നായകന്മാർക്കാണ് പച്ചവേഷം. 2. കത്തി, ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക്, രാവണനെപ്പോലുള്ളവർക്ക്. 3. കരി, കറുത്ത നിറം, രാക്ഷസികളെപ്പോലെ പേടിപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾക്ക്. 4. താടി, ഹനുമാനെപ്പോലുള്ള നല്ലവർക്ക് വെള്ളത്താടിയും ദുഷ്ടന്മാർക്ക് ചുവന്ന താടിയുമൊക്കെയാണ്. 5. മിനുക്ക്, സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കുമൊക്കെയുള്ള സൗമ്യമായ വേഷം. ഈ 5 വേഷങ്ങളും അവയുടെ പ്രത്യേകതകളും പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. നന്നായി പഠിച്ചു വെക്കണേ. കലാരൂപങ്ങളിൽ നിന്ന് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരൊറ്റ വ്യക്തിയെയാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യൻ ചിത്രകലയുടെ തന്നെ ചരിത്രം മാറ്റിയെഴുതിയ, ബ്രഷ് കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത ഒരു മഹാനായ കലാകാരനെപ്പറ്റിയാണ്. ആരാണെന്നറിയാമോ? ആ മഹാനായ കലാകാരന്റെ പേരാണ് രാജാ രവിവർമ്മ. ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ വിശേഷണം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. നമ്മുടെ പുരാണ കഥാപാത്രങ്ങൾക്ക് നമ്മളിന്ന് മനസ്സിൽ കാണുന്ന രൂപം നൽകിയതിൽ പ്രധാനി അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ വിശദമായിട്ട് നോക്കാം. രാജാ രവിവർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം യൂറോപ്യൻ രീതിയിൽ ചിത്രം വരയ്ക്കാൻ പഠിക്കുകയും ആ രീതി ഉപയോഗിച്ച് നമ്മുടെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ ജീവനുള്ളതുപോലെ വരയ്ക്കുകയും ചെയ്തു എന്നതാണ്. സരസ്വതി ദേവിക്കും ലക്ഷ്മി ദേവിക്കുമൊക്കെ നമ്മളിന്ന് കാണുന്ന രൂപം നൽകിയത് രവിവർമ്മയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വലിയ ആളുകൾക്കും മാത്രമല്ല, സാധാരണക്കാർക്കും അവരുടെ വീട്ടിൽ വയ്ക്കാൻ വേണ്ടി അദ്ദേഹം അതിന്റെ കോപ്പികൾ അച്ചടിച്ചിറക്കി. അതിനെയാണ് ലിത്തോഗ്രാഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രശംസിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതിയാണ് കെയ്സർ-ഇ-ഹിന്ദ് ഗോൾഡ് മെഡൽ. ഈ ഓരോ പോയിന്റും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കലാരൂപങ്ങൾ പോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും, അല്ലേ? ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ഒന്നിക്കുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ആഘോഷങ്ങളെ പരിചയപ്പെടാം. പൂരങ്ങളുടെ പൂരം. ഈ വിശേഷണം കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരൊറ്റ ഉത്തരമേ വരൂ: തൃശൂർ പൂരം. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന ഈ ഗംഭീരമായ ഉത്സവം ലോകപ്രസിദ്ധമാണ്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് പ്രധാനമായും 2 കാര്യങ്ങൾ ഓർത്തുവെക്കണം. 1. പൂരങ്ങളുടെ പൂരം എന്ന വിശേഷണം. 2. ഇതിന് ഇന്നത്തെ ഈ കാണുന്ന രൂപം നൽകിയ കൊച്ചി രാജാവിന്റെ പേര് ശക്തൻ തമ്പുരാൻ. ഈ പേര് മറന്നുപോകരുത് കേട്ടോ. ഇനി കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നോക്കാം. ഓണം, അത് നമ്മുടെ സംസ്ഥാനോത്സവമാണ്. മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുന്ന ദിവസമായി നമ്മൾ ആഘോഷിക്കുന്നു. അടുത്തത് ക്രിസ്തുമസ്. യേശുദേവന്റെ ജനനം ലോകം മുഴുവൻ ആഘോഷിക്കുന്നു, നമ്മളും. പിന്നെ ഈദുൽ ഫിത്തർ, റംസാൻ നോമ്പ് കഴിഞ്ഞു വരുന്ന ചെറിയ പെരുന്നാൾ. ഈ 3 ആഘോഷങ്ങളും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും ഒത്തൊരുമയുടെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ കലാരൂപങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ചൊക്കെ പഠിച്ചു, അല്ലേ? ഒരു കാവിലെ തെയ്യം മുതൽ ലോകവേദികളിലെ കഥകളി വരെ ഓരോ കലയും നമ്മുടെ സംസ്കാരത്തിന്റെ ശബ്ദമാണ്. ഈ കലകളിലൂടെയാണ് നമ്മുടെ ചരിത്രവും വിശ്വാസങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറി വരുന്നത്. അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കിയാലോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. റെഡിയല്ലേ എല്ലാവരും? ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഞാൻ ചോദ്യം വായിക്കും, 4 ഓപ്ഷനുകൾ തരും. നിങ്ങൾ ശരിയായ ഉത്തരം കണ്ടെത്തണം. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: ആണൊപ്പന എന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ്? ഓപ്ഷനുകൾ നോക്കിക്കേ, ഒന്ന് ആലോചിച്ചേ. കിട്ടിയോ? ശരി ഉത്തരം ഓപ്ഷൻ സി, വട്ടപ്പാട്ട്. പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ഒപ്പനയാണ് വട്ടപ്പാട്ട്. രണ്ടാമത്തെ ചോദ്യം: യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ കലാരൂപം ഏതാണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി, കൂടിയാട്ടം. മൂന്നാമത്തെ ചോദ്യം: തുടി എന്ന വാദ്യം ഉപയോഗിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? ഓർമ്മയുണ്ടോ നമ്മുടെ കോഡ്? അതെ, ഉത്തരം ഓപ്ഷൻ ബി, മംഗലംകളി. നാലാമത്തെ ചോദ്യം: ക്രിസ്തീയ ചരിത്രം വിഷയമാക്കുന്ന 12 പേർ പങ്കെടുക്കുന്ന കലാരൂപം ഏതാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. കിട്ടിയല്ലേ? ശരിയുത്തരം ഓപ്ഷൻ ബി, മാർഗം കളി. അഞ്ചാമത്തെ ചോദ്യം: കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ്? ആരാണ് ആ രാജാവ്? അതെ, ഓപ്ഷൻ സി, കഥകളി. ആറാമത്തെ ചോദ്യം: തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണ്? ഇത് ഞാൻ പ്രത്യേകം ഓർക്കാൻ പറഞ്ഞിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, ശക്തൻ തമ്പുരാൻ. ഏഴാമത്തെ ചോദ്യം: വില്ല് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന കലാരൂപം ഏതാണ്? പേരിൽ തന്നെയുണ്ട് ഉത്തരം. ഒന്ന് നോക്കിക്കേ. അതെ, ഓപ്ഷൻ എ, വില്ലടിച്ചാൻ പാട്ട്.
എട്ടാമത്തെ ചോദ്യം, ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രാജാ രവിവർമ്മ. ഒമ്പതാമത്തെ ചോദ്യം, ഓണക്കാലത്ത് പുല്ലുകൊണ്ട് ശരീരം മൂടി മുഖം മൂടി വെച്ച് അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ ഡി കുമ്മാട്ടി. പത്താമത്തെ ചോദ്യം, കഥകളിയിൽ നല്ലവരായ ധീരരായ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം ഏതാണ്? നല്ല കഥാപാത്രങ്ങളുടെ നിറം. അതെ, ഉത്തരം ഓപ്ഷൻ സി പച്ച. എല്ലാവരും ശരിയായ ഉത്തരം തന്നെയല്ലേ കണ്ടെത്തിയത്? മെടുക്കർ. ഹായ് മിടുക്കരെ, എല്ലാവർക്കും CM കിഡ്സ് സ്കോളർഷിപ്പ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിസര പഠനത്തിലെ 5ാമത്തെ യൂണിറ്റ് പല രൂപത്തിൽ നമുക്ക് ചുറ്റും അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. പരീക്ഷയ്ക്ക് ഒത്തിരി ചോദ്യങ്ങൾ വരുന്നൊരു പാഠമാണിത്. അതുകൊണ്ട് എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. റെഡിയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ നിന്ന് ഓർത്തെടുക്കാൻ പോകുന്നതെന്ന് നോക്കിക്കേ. ആദ്യം പദാർത്ഥത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കും. പിന്നെ വായുവിനെയും വെള്ളത്തിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് അവസ്ഥാമാറ്റങ്ങൾ, പിന്നെ ചില അളവുകളും ഉപകരണങ്ങളും. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് പരീക്ഷാ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാം. അപ്പോ ഫുൾ പവർലങ്ങ് തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ ടോപ്പിക് പദാർത്ഥത്തിന്റെ അവസ്ഥകളാണ്. അതിൽ ഒന്നാമത്തെയാളാണ് ഖരം. അപ്പോൾ എന്താണ് ഈ ഖരം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ, മുന്നിലിരിക്കുന്ന പുസ്തകം, നമ്മളിരിക്കുന്ന കസേര, പുറത്ത് കാണുന്ന ഒരു കല്ല്, ഇതെല്ലാം ഖരവസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ശരി, ഇവയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഖരവസ്തുക്കളുടെ പ്രധാനപ്പെട്ട 4 സ്വഭാവങ്ങളാണിത്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തേത്, കൃത്യമായ ആകൃതിയുണ്ട്. അതായത് ഒരു കല്ലിന് അതിന്റേതായ ഒരു രൂപമുണ്ട്, അല്ലേ? നമ്മൾ അതിനെ പൊട്ടിക്കൊന്നും ചെയ്യാതെ വെറുതെ വെച്ചാൽ അതിന്റെ ആകൃതി മാറുമോ? ഇല്ല. രണ്ടാമത്തേത്, ഭാരമുണ്ട്. ചെറിയൊരു കല്ലെടുത്ത് കയ്യിൽ വെച്ചാലും നമുക്കൊരു ഭാരം അറിയാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. നിങ്ങളൊരു ബുക്ക് മേശപ്പുറത്ത് വെച്ചാൽ ആ ബുക്കിരിക്കുന്ന സ്ഥലത്ത് വേറൊരു സാധനം വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് സ്ഥലം വേണമെന്ന് പറയുന്നത്. നാലാമത്തേത്, സ്വതന്ത്രമായി ചലിക്കുന്നില്ല. ഒരു കസേര തനിയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നടന്നുപോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ മാറ്റിവെക്കാതെ അതവിടെ തന്നെ ഇരിക്കും. ഇതാണ് ഖരവസ്തുക്കളുടെ പ്രധാന സ്വഭാവങ്ങൾ. അപ്പോ ഖരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തയാളിലേക്ക് പോകാം. ദ്രാവകം. ഖരവസ്തുക്കളിൽ നിന്ന് ഈ ദ്രാവകങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? നമ്മൾ ദിവസവും കുടിക്കുന്ന വെള്ളം, പാൽ, ജ്യൂസ് ഇവയെല്ലാം ദ്രാവകങ്ങളാണ്. അപ്പോ ഇവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ദ്രാവകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവയ്ക്ക് കൃത്യമായ ആകൃതിയില്ല. നമ്മൾ കുറച്ചു വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്താൽ അതിന് ഗ്ലാസിന്റെ ആകൃതിയാകും. അതേ വെള്ളം ഒരു കുപ്പിയിലേക്കൊഴിച്ചാലോ അതിന് കുപ്പിയുടെ ആകൃതിയാകും. അപ്പോ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിന്റെ ആകൃതി സ്വീകരിക്കും. പിന്നെ അവയ്ക്ക് ഒഴുകാൻ പറ്റും. വെള്ളം നിലത്ത് വീണാൽ ഒഴുകിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? ഖരങ്ങളെപ്പോലെ തന്നെ ദ്രാവകങ്ങൾക്കും ഭാരമുണ്ട്, ഇരിക്കാൻ സ്ഥലവും വേണം. വെള്ളം, വെളിച്ചെണ്ണ, മണ്ണെണ്ണ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. ഈ ഉദാഹരണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തുവെക്കണം കേട്ടോ. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ അവസ്ഥയായ വാതകത്തെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ എല്ലാം ചുറ്റും ഇപ്പൊ എന്തുണ്ട്? വായുവുണ്ടല്ലേ? ഈ വായുവാണ് വാതകത്തിന് ഏറ്റവും നല്ല ഉദാഹരണം. നമുക്ക് വായുവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അതിന് ഭയങ്കര രസമുള്ള ചില സ്വഭാവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രാവകങ്ങളെപ്പോലെ തന്നെ വാതകങ്ങൾക്കും നിശ്ചിതാകൃതിയില്ല. ഒരു ബലൂണിലൂതിയാൽ അത് ബലൂണിന്റെ ആകൃതിയാകും. ഇനി ഒരു രസകരമായ കാര്യം പറയട്ടെ. വായുവിന് ഭാരമുണ്ട്. അതെ, സത്യമാണ്. കാറ്റില്ലാത്തൊരു ബലൂണും കാറ്റ് നിറച്ചൊരു ബലൂണും ഒരു ത്രാസിൽ വെച്ച് നോക്കിയാൽ കാറ്റ് നിറച്ച ബലൂൺ താഴേക്ക് വരും. കാരണം വായുവിന് ഭാരമുണ്ട്. അതുപോലെ വാതകങ്ങൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. ബലൂൺ വീർക്കുന്നത് അതിലേക്ക് വായു കയറി സ്ഥലമെടുക്കുന്നതുകൊണ്ടല്ലേ? അവസാനത്തെ പോയിന്റ്, വാതകങ്ങൾ സ്വതന്ത്രമായി ചലിക്കും. വീട്ടിൽ ബിരിയാണി വെക്കുമ്പോൾ അതിന്റെ മണം നമ്മുടെ റൂമിൽ വരെ എത്താറില്ലേ? അത് വാതകങ്ങൾ ഇങ്ങനെ എല്ലായിടത്തേക്കും സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളും പഠിച്ചു: ഖരം, ദ്രാവകം, വാതകം. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണത്തിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. വായുവും വെള്ളവും. ഇവ രണ്ടുമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എന്തായി കാറ്റെന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ. വായു ചലിക്കുമ്പോഴാണ് നമുക്ക് കാറ്റനുഭവപ്പെടുന്നത്. അതായത് ചലിക്കുന്ന വായുവാണ് കാറ്റ്. വായുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കാറ്റടിക്കുമ്പോൾ ഇലകളാടുന്നത് കാണാം. നമ്മുടെ ദേഹത്തെ തട്ടുമ്പോൾ അറിയാനും പറ്റും, അല്ലേ? അടുത്തത് ബാഷ്പീകരണം.
ഈ വാക്ക് എല്ലാവരും നന്നായിട്ട് ഓർത്തുവെക്കണം. പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ദ്രാവകങ്ങൾ, അതായത് വെള്ളം പോലെയുള്ളവ, ചൂട് തട്ടുമ്പോൾ നീരാവിയായി, അതായത് ആവിയായി മുകളിലേക്ക് പോകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. നമ്മൾ അലക്കിയ തുണി വെയിലത്ത് ഉണങ്ങാനിടുമ്പോൾ അതിലെ വെള്ളം എങ്ങോട്ടാ പോകുന്നത്? അത് സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി മുകളിലേക്ക് പോകുന്നതാണ്. ഈ പ്രക്രിയയാണ് ബാഷ്പീകരണം. വെള്ളത്തിന്റെ മറ്റൊരു വലിയ കഴിവാണ് അതിന്റെ ശക്തി. പക്ഷെ ഒരു കാര്യമുണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനല്ല, ഒഴുകുന്ന വെള്ളത്തിനാണ് ശക്തി. മഴക്കാലത്ത് പുഴയിലൂടെ വെള്ളം ശക്തിയായി ഒഴുകിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? വലിയ മരങ്ങളെയും കല്ലുകളെയുമൊക്കെ അത് തള്ളി മാറ്റിക്കൊണ്ടുപോകും. ഈ ശക്തി ഉപയോഗിച്ചാണ് ഡാമുകളിൽ നിന്നൊക്കെ കറന്റ് ഉണ്ടാക്കുന്നത്. വായു കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്? ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നമുക്ക് ശ്വാസമെടുക്കാൻ വായു വേണം. വായുവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ വണ്ടികളുടെയും സൈക്കിളിന്റെയും ഒക്കെ ടയറുകളിൽ കാറ്റ് നിറയ്ക്കാൻ വേണം. നനഞ്ഞ തുണികൾ വേഗം ഉണങ്ങാൻ കാറ്റ് സഹായിക്കും. പിന്നെ മുറ്റമടിക്കുമ്പോൾ പൊടിയൊക്കെ പറന്നുപോകുന്നത് കാറ്റടിക്കുമ്പോഴല്ലേ? അപ്പോ പൊടിപടലങ്ങൾ നീക്കം ചെയ്യാനും വായു സഹായിക്കും. നമ്മൾ പഠിച്ച ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലേക്ക് ഒരു വസ്തുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുമോ? പറ്റും. ഇതിനെയാണ് നമ്മൾ അവസ്ഥാമാറ്റം എന്ന് പറയുന്നത്. ഇതിന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ വെള്ളം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ കാണുന്ന ഭാഗം പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ്, അത് വെള്ളത്തിന്റെ ഖരരൂപമാണ്. ഈ ഐസ് നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് ഉരുകി വെള്ളമായി മാറും, അതായത് ദ്രാവകമായി. ചൂട് കിട്ടിയപ്പോഴാണ് അത് നാറിയത്. ഇനി ആ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയാലോ? അത് തിളച്ച് നീരാവിയായി, അതായത് വാതകമായി മുകളിലേക്ക് പോകും. ഇനി ഇത് തിരിച്ചും സംഭവിക്കും. ഈ നീരാവി തണുത്താൽ വീണ്ടും വെള്ളമായി മാറും. നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ പാത്രം അടച്ചു വെച്ചാൽ ആ അടപ്പ് തുറക്കുമ്പോൾ അതിൽ വെള്ളത്തുള്ളികൾ കാണാറില്ലേ? അത് നീരാവി തണുത്ത് വെള്ളമായതാണ്. ഇനി ഈ വെള്ളം നമ്മൾ വീണ്ടും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാലോ? അത് വീണ്ടും കട്ടയായി ഐസായി മാറും. അപ്പൊ ചൂടാക്കുമ്പോഴും തണുപ്പിക്കുമ്പോഴും വെള്ളം അതിന്റെ രൂപം മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഖരം, ദ്രാവകം, വാതകം, ഈ മൂന്നവസ്ഥകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരേയൊരു പദാർത്ഥം ഏതാണ്? ഒന്നാലോചിച്ചു നോക്കിക്കേ. ഉത്തരം കിട്ടിയോ? അതെ, കറക്റ്റ്. ഉത്തരം വെള്ളമാണ്. ഖരരൂപത്തിലുള്ള ഐസ്, ദ്രാവകരൂപത്തിലുള്ള വെള്ളം, പിന്നെ വാതകരൂപത്തിലുള്ള നീരാവി. ഈ മൂന്നവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥമാണ് വെള്ളം. ഇത് മറന്നു പോകല്ലേ കേട്ടോ. ഇനി ഈ പാകത്തിലെ ചില സ്പെഷ്യൽ ആളുകളെ പരിചയപ്പെടാം. ചില പ്രത്യേക വസ്തുക്കളും അവരെ അളക്കാനുള്ള ഉപകരണങ്ങളും. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നും ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സാധാരണയായിട്ട് ലോഹങ്ങൾ, അതായത് ഇരുമ്പ്, സ്വർണം, നമ്മുടെ വീട്ടിലെ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഖരരൂപത്തിലല്ലേ, നല്ല കട്ടിയുള്ളവയല്ലേ? എന്നാൽ സാധാരണ ചൂടിൽ, അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന റൂമിലെ ചൂടിൽ വെള്ളം പോലെ ദ്രാവക രൂപത്തിൽ കാണുന്ന ഒരു ലോഹമുണ്ട്. അതേതാണെന്നറിയാമോ? ഉത്തരം മെർക്കുറിയാണ്. അതിന്റെ മലയാളത്തിലുള്ള പേരാണ് രസം. മെർക്കുറി ഒരു ലോഹമാണ്, പക്ഷെ അത് വെള്ളം പോലെ ഒഴുകുന്ന ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇതൊരു വലിയ പ്രത്യേകതയാണ്, എല്ലാവരും ഓർത്തുവെക്കണം. ഈ മെർക്കുറി നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഓർത്തു നോക്കിക്കേ. നമുക്ക് പനി വരുമ്പോൾ ഡോക്ടർ നമ്മുടെ ശരീരത്തിലെ ചൂട് നോക്കാൻ ഒരു ഉപകരണം ഉപയോഗിക്കില്ലേ? എന്താ അതിന്റെ പേര്? അതെ, തെർമോമീറ്റർ. ആ തെർമോമീറ്ററിനകത്ത് ഒരു വെള്ളി നിറത്തിലുള്ള ദ്രാവകം മുകളിലേക്കും താഴേക്കും പോകുന്നത് കണ്ടിട്ടില്ലേ? അതാണ് മെർക്കുറി. അപ്പൊ പരീക്ഷയ്ക്ക് 2 ചോദ്യം വരാം. ഒന്ന്, ശരീരതാപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഉത്തരം തെർമോമീറ്റർ. 2, തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹമേത്? ഉത്തരം മെർക്കുറി. ഇത് രണ്ടും തമ്മിൽ മാറി പോകരുത് കേട്ടോ. കൊള്ളാം. നമ്മൾ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. എല്ലാവരും ഉത്തരം പറയാൻ റെഡിയായിക്കോളൂ. ഓർക്കുക, നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചാൽ ആർക്കും സ്കോളർഷിപ്പ് നേടാം. അപ്പോ ആ ആത്മവിശ്വാസത്തോടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചലിക്കുന്ന വായുവിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻസ്: എ നീരാവി, ബി കാറ്റ്, സി ബാഷ്പം, ഡി ജലം. വേഗം പറഞ്ഞോളൂ. അതെ, ശരിയുത്തരം ഓപ്ഷൻ ബി കാറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഖരവസ്തു അല്ലാത്തതേത്? എ കല്ല്, ബി മണ്ണെണ്ണ, സി പുസ്തകം, ഡി കസേര. ഏതാണ് ഖരമല്ലാത്തത്? ശരിയാണ്, ഓപ്ഷൻ ബി മണ്ണെണ്ണ. കാരണം മണ്ണെണ്ണ ഒരു ദ്രാവകമാണ്.
മൂന്നാമത്തെ ചോദ്യം, ദ്രാവകങ്ങൾ നീരാവിയായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? എ ഘനീഭവിക്കൽ, ബി സാന്ദ്രീകരണം, സി ബാഷ്പീകരണം, ഡി ദ്രവീകരണം. ഏതാണുത്തരം? കറക്റ്റ്, ഓപ്ഷൻ സി ബാഷ്പീകരണം. നാലാമത്തെ ചോദ്യം, താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേതാണ്? എ ബാരോമീറ്റർ, ബി തെർമോമീറ്റർ, സി അമ്മീറ്റർ, ഡി വോൾട്ട് മീറ്റർ. ഏതാണ്? ഓപ്ഷൻ ബി തെർമോമീറ്റർ. ഈ ക്ലാസ്സിലെ ഓരോ പോയിന്റും ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഈ പാഠങ്ങളെല്ലാം. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ആ സ്കോളർഷിപ്പ് അങ്ങ് നേടിയെടുക്കാം. നമ്മുടെ ഈ ആകാശയാത്രയ്ക്ക് വ്യക്തമായ ഒരു പ്ലാനുണ്ട്. 6 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ പാഠം പഠിച്ചുറപ്പിക്കുന്നത്. ആദ്യം നമ്മുടെ സ്വന്തം വീടായ ഭൂമിയെക്കുറിച്ച് പഠിക്കും. പിന്നെ അവിടുന്ന് സൗരയൂഥത്തിലെ കൂട്ടുകാരെ പോയി പരിചയപ്പെടും. ആകാശത്തെ ഒളിച്ചുകളികളില്ലേ, അതായത് ഗ്രഹണങ്ങളൊക്കെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കും. പിന്നെ മനുഷ്യൻ ആകാശത്തേക്ക് നടത്തിയ യാത്രകളെക്കുറിച്ചറിയും. അത് കഴിഞ്ഞ് സമയവും കാലണ്ടറും തമ്മിലുള്ള ബന്ധം പഠിക്കും. ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഫുൾ കോൺഫിഡന്റ് ആകാം. അപ്പം യാത്ര തുടങ്ങിയാലോ? ലെറ്റ്സ് ഗോ! നമ്മുടെ യാത്രയുടെ ഒന്നാമത്തെ ഭാഗം ഇതാ തുടങ്ങുന്നു. നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ ഭൂമി. ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അതിന്റെ ഷേപ്പ്, അതായത് ആകൃതിയാണ്. എന്താണ് ഭൂമിയുടെ ആ ഒരു കറക്റ്റ് ആകൃതി? ഭൂമിയുടെ ആകൃതിക്ക് നമ്മളൊരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുന്നത്. അതാണ് ജിയോയിഡ്. ഇത് പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പേര് മറന്നുപോകല്ലേ. എന്താണ് ഈ ജിയോയിഡ് എന്ന് പറഞ്ഞാല്? നമ്മളൊരു ഓറഞ്ച് കണ്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ. അതായത് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നമ്മളതിന് ധ്രുവങ്ങൾ എന്ന് പറയും. അവിടെ കുറച്ചൊന്ന് പരന്നിട്ട് നടുക്ക് കുറച്ചൊന്ന് വീർത്തിട്ടും ഇരിക്കും. ഇതൊരു പെർഫെക്റ്റ് ഗോളല്ല. ഈ ഒരു പ്രത്യേക ആകൃതിയുടെ പേരാണ് ജിയോയിഡ്. ഇനി നമുക്ക് ഭൂമിയുടെ 2 പ്രധാനപ്പെട്ട ചലനങ്ങളെക്കുറിച്ച് പഠിക്കാം: ഭ്രമണവും പരിക്രമണവും. ഇത് രണ്ടും കേൾക്കുമ്പോൾ ഒരുപോലെയായിരിക്കും, അതുകൊണ്ട് മാറിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഭ്രമണമെന്ന് പറഞ്ഞാൽ ഭൂമി സ്വയം കറങ്ങുന്നതാണ്. ഒരു പമ്പരം അതിന്റെ ആണിയിൽ കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെ. ഇനി പരിക്രമണം എന്ന് പറഞ്ഞാലോ, ഭൂമി സൂര്യനു ചുറ്റും ഒരു നിശ്ചിത വഴിയിലൂടെ ഇങ്ങനെ കറങ്ങുന്നതാണ്. നമ്മൾ സ്കൂളിലെ കൊടിമരത്തിനു ചുറ്റും ഓടുന്നതുപോലെ. ഇത് ഓർത്തുവയ്ക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. നമുക്ക് ഭ്രമം പിടിച്ചാൽ നമ്മൾ സ്വയം കിടന്ന് കറങ്ങുമല്ലേ? അപ്പോ ഭ്രമണം എന്നാൽ സ്വയം കറങ്ങുന്നത്, പരിക്രമണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ചുറ്റുന്നത്. സിമ്പിൾ. ഈ ചലനങ്ങളും സമയവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നോക്കാം. ഭൂമി ഭ്രമണം ചെയ്യുന്നത്, അതായത് സ്വയം കറങ്ങുന്നത്, പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ഒരു തവണ ഇങ്ങനെ കറങ്ങിത്തീരാൻ ഭൂമിക്ക് 24 മണിക്കൂർ വേണം. അതാണ് നമ്മുടെ ഒരു ദിവസം. ഈ ഭ്രമണമുള്ളതുകൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഇനി പരിക്രമണം നോക്കൂ. സൂര്യനെ ഒരു തവണ ചുറ്റിവരാൻ 365 കാൽ ദിവസം വേണം. അതാണ് നമ്മുടെ ഒരു വർഷം. ഈ 4 പോയിന്റും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട് ചെയ്ത് വെച്ചനേ. അപ്പ ഭൂമിയെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിലെ അയൽക്കാരെ കാണാൻ പോകാം. അതായത് സൗരയൂഥത്തിലെ മറ്റു കൂട്ടുകാരെ. നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആരാണ് ഈ കൂട്ടുകാർ? അവരാണ് ഗ്രഹങ്ങൾ. എന്താണ് ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത പാതയിലൂടെ, നമ്മളതിനെ ഓർബിറ്റ് എന്ന് പറയും, ആ ഓർബിറ്റിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. സൂര്യൻ എന്ന നക്ഷത്രത്തെ കേന്ദ്രമാക്കിയാണ് ഈ ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ ക്രമത്തിൽ തന്നെ അവയെ പഠിക്കണം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് ഓർത്തുവെക്കാനൊരു കോഡുണ്ട്. ബുധനും ശുക്രനും ഭൂമിയെ ചൊല്ലി വ്യാഴാഴ്ച ശനിയെയും യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണാൻ പോയി. ഇനി ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ. 1. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ. 2. ഏറ്റവും ചെറിയ ഗ്രഹവും ബുധൻ തന്നെ. 3. കൂട്ടത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. 4. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ഈ 4 കാര്യങ്ങളും മറക്കാതെ പഠിക്കണം. ഗ്രഹങ്ങളെ ചുറ്റുന്ന ചില ആകാശവസ്തുക്കളുമുണ്ട്. അവരെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിക്കുമുണ്ട് ഒരേ ഒരു പ്രകൃതിദത്തമായ ഉപഗ്രഹം. അതാരാണ്? നമ്മുടെ സ്വന്തം അമ്പിളിമാമൻ, അതായത് ചന്ദ്രൻ. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ഈ 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും പിന്നെ ഒരുപാട് കുഞ്ഞൻ ആകാശവസ്തുക്കളും ചേർന്ന ആ വലിയ കുടുംബമില്ലേ, അതിനെയാണ് നമ്മൾ സൗരയൂഥം എന്ന് വിളിക്കുന്നത്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്.
അപ്പൊ നമ്മൾ സൗരയൂഥത്തിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി. ഇനി നമുക്ക് ഭൂമിയിലിരുന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ചില ഒളിച്ചുകളികളും രസകരമായ കാഴ്ചകളും പഠിച്ചാലോ? ആകാശത്ത് ഏറ്റവും തിളക്കത്തോടെ കാണുന്നത് എന്തിനെയാണ്? ഇവിടെ 3 ചോദ്യങ്ങൾ വരാം. 3നും 3 ഉത്തരങ്ങളാണ്. അതുകൊണ്ട് മാറിപ്പോകരുത്, ശ്രദ്ധിക്കണേ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ശുക്രനാണ്. എന്നാൽ രാത്രി ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സിരിയസ് ആണ്. ഇനി 3ാമത്തെ ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സൂര്യനാണ്. അതെ, സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഈ 3 ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ അമ്പിളിമാമന്റെ 2 മുഖങ്ങൾ പരിചയപ്പെടാം: പൗർണമിയും അമാവാസിയും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ വെളിച്ചമുള്ള ഭാഗം മുഴുവനായി ഒരു വട്ടത്തിൽ കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. നമ്മളതിനെ വെളുത്ത വാവ് എന്നും പറയും. എന്നാൽ ചന്ദ്രന്റെ വെളിച്ചമുള്ള ഭാഗം നമുക്കൊട്ടും കാണാൻ കഴിയാത്ത ദിവസമാണ് അമാവാസി, അതായത് കറുത്ത വാവ്. ഈ പൗർണമി ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. ഇതെങ്ങനെയാണുണ്ടാകുന്നത്? സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരും. അപ്പോൾ ഭൂമി കറക്റ്റ് സൂര്യന്റെയും ചന്ദ്രന്റെയും നടുക്കുവരും. അതോടെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീടും. അങ്ങനെ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റാതാവും. ഇതാണ് ചന്ദ്രഗ്രഹണം. ഇതെപ്പോഴും ഒരു പൗർണമി നാളിലായിരിക്കും സംഭവിക്കുക. ഓർത്തുവയ്ക്കാൻ ഒരു കോഡുണ്ട്: SEM. എസ് എന്നാൽ സൺ, ഇ എന്നാൽ എർത്ത്, എം എന്നാൽ മൂൺ. ചന്ദ്രഗ്രഹണത്തിൽ നടുക്കുവരുന്നത് ഇ, അതായത് നമ്മുടെ എർത്താണ്. ഇനി എന്താണ് സൂര്യഗ്രഹണം എന്ന് നോക്കാം. ഇവിടെയും സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരും. പക്ഷേ ഇത്തവണ നടുക്കുവരുന്നത് ആരാണെന്നോ? ചന്ദ്രനാണ്. അതായത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരും. അപ്പോൾ ചന്ദ്രൻ സൂര്യനെ നമ്മളിൽ നിന്ന് മറച്ചുപിടിക്കും. ഇതാണ് സൂര്യഗ്രഹണം. ഇത് സാധാരണയായി അമാവാസ്യ ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത്. ഇതിന്റെ കോഡ് SME എന്നാണ്. നടുക്കുവരുന്നത് M, അതായത് മൂൺ, ചന്ദ്രൻ. അപ്പൊ കൂട്ടുകാർക്ക് ഒരു സംശയം തോന്നാം: എല്ലാ പൗർണമിക്കും ചന്ദ്രഗ്രഹണവും എല്ലാ അമാവാസിക്കും സൂര്യഗ്രഹണവും എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തതെന്ന്, അല്ലേ? നല്ല ചോദ്യമാണ്. അതിന്റെ കാരണം എല്ലാ പൗർണമിയിലും അമാവാസിയിലും ഇവർ 3 പേരും കൃത്യം ഒരേ നേർരേഖയിൽ വരാറില്ല. ചന്ദ്രന്റെ സഞ്ചാരപാതയ്ക്ക് ഒരു ചെറിയ ചരിവുള്ളതുകൊണ്ട് ഈ നേർരേഖ സംഗമം വല്ലപ്പോഴും മാത്രമേ സംഭവിക്കാറുള്ളൂ. ആകാശത്തെ കാഴ്ചകളും ഒളിച്ചുകളികളുമൊക്കെ നമ്മൾ കണ്ടു. ഇനി മനുഷ്യൻ എങ്ങനെയാണ് ആകാശത്തേക്ക് കുതിച്ചുയർന്നതെന്നും ബഹിരാകാശ ഗവേഷണത്തിൽ നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഒരുപാട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നോക്കാം. ആര്യഭട്ട. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇത് മറക്കല്ലേ, ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. മെറ്റ്സാറ്റ് 1 കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാനാണ്. മഴ പെയ്യുവോ കാറ്റടിക്കുമോ എന്നൊക്കെ അറിയാൻ. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാണ്. റിസോഴ്സാറ്റ് വിദൂര സംവേദനത്തിനും, അതായത് ബഹിരാകാശത്ത് നിന്ന് നമ്മുടെ ഭൂമിയിലെ വനങ്ങളെയും പുഴകളെയുമൊക്കെ നിരീക്ഷിക്കാൻ. ഓഷൻസാറ്റ് സമുദ്രങ്ങളെക്കുറിച്ച് പഠിക്കാനും. ഈ ഉപഗ്രഹങ്ങളെയെല്ലാം ബഹിരാകാശത്തെത്തിക്കുന്ന വാഹനത്തിന്റെ പേരാണ് റോക്കറ്റ്. മനുഷ്യൻ ഇന്നുവരെ കാലുകുത്തിയിട്ടുള്ള ഒരേയൊരു ആകാശഗോളം നമ്മുടെ ചന്ദ്രനാണ്. ആ ചരിത്രനിമിഷം എന്നായിരുന്നു എന്ന് കൂട്ടുകാർക്കറിയാമോ? 1969 ജൂലൈ 21. നീൽ ആംസ്ട്രോങ് എന്ന ബഹിരാകാശ സഞ്ചാരി അപ്പോളോ 11 എന്ന വാഹനത്തിലാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്. ഈ തീയതിയും പേരും വാഹനത്തിന്റെ പേരും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയും ചരിത്രം കുറിച്ചു. 2023 ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3 ദൗത്യം, അതിലെ വിക്രം ലാൻഡറിനെ വിജയകരമായി ചന്ദ്രനിൽ ഇറക്കി. ഇതോരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്നതിന് പ്രത്യേക ശാസ്ത്രശാഖകൾ തന്നെയുണ്ട്. ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ നമ്മൾ സെലനോളജി എന്ന് പറയും. ഇനി ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചും അവിടത്തെ മലകളെയും വലിയ കുഴികളെയും കുറിച്ചുള്ള പഠനത്തെ സെലനോഗ്രഫി എന്ന് പറയും. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകളില്ലേ, അത് യഥാർത്ഥത്തിൽ അവിടത്തെ ഭീമാകാരമായ ഗർത്തങ്ങളും മലനിരകളുമാണ്. നമ്മള് ആകാശയാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ ഭൂമിയിലേക്ക് വരികയാണ്. ഈ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങളും കാഴ്ചകളുമൊക്കെ നമ്മുടെ ദിവസങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയുമൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് കാലണ്ടറിനെക്കുറിച്ച് പഠിക്കാം. നമ്മൾ പലതരം കാലണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ലോകം മുഴുവൻ പൊതുവായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് കാലണ്ടറിന്റെ പേരാണ് ഗ്രിഗോറിയൻ കാലണ്ടർ.
നമ്മുടെ സ്വന്തം മലയാളം കാലണ്ടറാണ് കൊല്ലവർഷം. അത് തുടങ്ങുന്നത് ചിങ്ങം മാസത്തിലാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കൊല്ലവർഷത്തിലെ ഏറ്റവും കുറവ് ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മകരവും വൃശ്ചികവുമാണ്, 29 ദിവസങ്ങൾ വീതം. ഇനി നമ്മുടെ പുസ്തകത്തിലെ കണക്കനുസരിച്ച് ഗ്രിഗോറിയൻ കാലണ്ടർ 2026 ആകുമ്പോൾ കൊല്ലവർഷം 1201 ആയിരിക്കും. നമ്മുടെ ദേശീയ കാലണ്ടറായ ശകവർഷം 1947 ആയിരിക്കും. ഇസ്ലാമിക കാലണ്ടറായ ഹിജ്റ വർഷം 1447 ആയിരിക്കും. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ആകാശയാത്രയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നമ്മൾ കണ്ടു. എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പോ നമ്മുടെ EVSലെ ദിക്കറിയാം നാടറിയാം എന്ന പാഠമുണ്ടല്ലോ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങള്, പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന കാര്യങ്ങള് നമുക്ക് വേഗത്തിൽ ഒന്നോടിച്ചു പഠിച്ചെടുക്കാം. എല്ലാരും ഒരു പുസ്തകവും പേനയൊക്കെ എടുത്ത് റെഡിയായിരുന്നോളൂ. നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ ദിക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കും. പിന്നെ ഒരു മാപ്പ് കിട്ടിയാൽ അതെങ്ങനെ വായിക്കണമെന്ന് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരും. നമ്മുടെ 14 ജില്ലകൾ, പുഴകൾ, അണക്കെട്ടുകൾ, അങ്ങനെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് സെറ്റാക്കും. റെഡിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇപ്പോ ഒരു സ്ഥലം മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭൂപടം, ഒരു മാപ്പ് വായിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ അറിയേണ്ടത്? ഒന്ന് പറഞ്ഞേ. അതെ, ദിക്കുകൾ അല്ലേ? ദിക്കുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോ ദിക്ക് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള പ്രധാന വഴികളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. ഒന്നാമത്തത് സൂര്യന്റെ സ്ഥാനം നോക്കുക. സൂര്യൻ എവിടെയാ ഉദിക്കുന്നത്? കിഴക്ക്. അസ്തമിക്കുന്നതോ? പടിഞ്ഞാറ്. അപ്പൊ കിഴക്കും പടിഞ്ഞാറും കിട്ടിയല്ലോ. ഇനി നമ്മുടെ നിഴല് നോക്കിയും ദിക്ക് പറയാൻ പറ്റും. രാവിലെ നമ്മൾ സൂര്യന് നേരെ, അതായത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ നിഴൽ എങ്ങോട്ടായിരിക്കും? നേരെ പുറകിലേക്ക്, അതായത് പടിഞ്ഞാറോട്ടായിരിക്കും. ഇനി രാത്രിയായി, അപ്പൊ സൂര്യനില്ല, പിന്നെ എങ്ങനെ ദിക്ക് കണ്ടുപിടിക്കും? അപ്പൊ നമ്മൾ ആകാശത്തേക്ക് നോക്കണം. അവിടെ ഒരേ ഒരു സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുന്നൊരു നക്ഷത്രമുണ്ട്, ധ്രുവ നക്ഷത്രം. ഈ നക്ഷത്രം എപ്പോഴും കാണിക്കുന്നത് വടക്ക് ദിശയാണ്. പണ്ടൊക്കെ വലിയ കപ്പലുകളിലൊക്കെ പോകുന്ന നാവികരില്ലേ, അവരൊക്കെ ഈ നക്ഷത്രം നോക്കിയ വഴി കണ്ടുപിടിച്ചിരുന്നത്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മറക്കല്ലേ. അടുത്തതാണ് വടക്കുനോക്കി യന്ത്രം അല്ലെങ്കിൽ കോമ്പസ്. അതിലെ സൂചി എങ്ങോട്ട് തിരിച്ചുവെച്ചാലും അത് കറങ്ങി കറങ്ങി വന്നെപ്പോഴും വടക്ക് ദിശ കാണിച്ചു നിൽക്കും. ഇനിയുമുണ്ട്, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണിൽ മാപ്പ് ആപ്പുകളില്ലേ, അതിൽ നോക്കിയാൽ ഒരു ക്ലിക്കിൽ നമ്മൾ എവിടെയാണെന്നും എങ്ങോട്ടാ പോകേണ്ടതെന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോ ദിക്കുകളൊക്കെ ഏകദേശം അറിയാം. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഭൂപടം കിട്ടിയാൽ അത് എങ്ങനെയാണ് വായിച്ചെടുക്കുക? അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂപടത്തിന്റെ സൂചിക, അതായത് ഇൻഡെക്സ് അല്ലെങ്കിൽ ലെജൻഡ്. ഒരു ഭൂപടം നോക്കിയാൽ അതിൽ പലതരം വരകളും നിറങ്ങളും പിന്നെ ചെറിയ ചെറിയ ചിത്രങ്ങളും ഒക്കെ കാണാൻ പറ്റും, അല്ലേ? ഇതെന്താ സംഭവം എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിനാണ് ഭൂപടത്തിന്റെ ഒരു മൂലയ്ക്കായി സൂചിക കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു പുഴയെയോ കടലിനെയോ കാണിക്കാൻ നീല നിറം ഉപയോഗിക്കും. വലിയ മലകളാണെങ്കിൽ തവിട്ട് നിറം കൊടുക്കും. എയർപോർട്ടുള്ള സ്ഥലത്ത് ഒരു വിമാനത്തിന്റെ ചെറിയ പടം കാണും. അപ്പോ ഈ സൂചിക നോക്കിയാൽ ആ മാപ്പിലെ ഓരോ അടയാളവും എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. ഇത് ഭൂപടത്തിന്റെ ഒരു താക്കോലാണെന്ന് പറയാം. ശരി, അപ്പൊ ഭൂപടം വായിക്കാനൊക്കെ പഠിച്ചില്ലേ? ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ഭൂപടം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാലോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിരുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. നമ്മുടെ കേരളത്തിന്റെ മാപ്പ് മനസ്സിലൊന്നോർത്തു നോക്കിക്കേ. പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഇടത് ഭാഗത്ത് നീല നിറത്തിൽ കാണുന്ന ആ വലിയ കടൽ ഏതാണ്? അതെ, അറബിക്കടൽ. അപ്പോ കേരളത്തിന്റെ പടിഞ്ഞാറതിർത്തി അറബിക്കടലാണ്. ഇനി ഏറ്റവും തെക്ക്, അതായത് ഭൂപടത്തിന്റെ താഴെയറ്റത്തുള്ള ജില്ല ഏതാ? നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം. ഇനി നേരെ മുകളിലേക്ക് പോയാലോ? ഏറ്റവും വടക്കേയറ്റത്തുള്ള ജില്ല കാസർഗോഡാണ്. അപ്പോ കിഴക്കുഭാഗത്തോ? അവിടെ നമുക്ക് അയൽക്കാരായി 2 സംസ്ഥാനങ്ങളുണ്ട്, തമിഴ്നാടും കർണാടകയും. ഈ 4 കാര്യങ്ങളും അടിസ്ഥാന വിവരങ്ങളാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായും അറിഞ്ഞിരിക്കണം. ദാ ഇപ്പൊ സ്ക്രീനിലേക്ക് നോക്കൂ. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന ജില്ലകളുടെ ഒരു ലിസ്റ്റ് കാണാം, അല്ലേ? തമിഴ്നാടുമായി ഒരുപാട് ജില്ലകൾക്ക് അതിർത്തിയുണ്ട്. എന്നാൽ കർണാടകയുമായി നോക്കൂ, വെറും 3 ജില്ലകൾക്കേ അതിർത്തിയുള്ളൂ. ഇനി ഈ 2 ലിസ്റ്റിലും കോമൺ ആയിട്ട്, അതായത് രണ്ടിലുമുള്ള ഒരു ജില്ലയുണ്ട്. അതേതാണെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. കണ്ടുപിടിച്ചോ? അതെ, വയനാട്.
രണ്ട് സംസ്ഥാനങ്ങളിലേക്കും വഴിയുള്ള നാടാണ് വയനാട് എന്നോർത്തു വെച്ചാൽ മതി. തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ലയാണ് വയനാട്. ഇതൊരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഒരു കാരണവശാലും മറന്നുപോകരുത്. ശരി, ഇനി നമുക്ക് നമ്മുടെ ജില്ലകളുടെ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ടേബിൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നോക്കൂ, കേരളത്തിലെ 2 ജില്ലകളിലൂടെ തീവണ്ടിപ്പാത പോകുന്നില്ല. അതായത് റെയിൽവേ ലൈൻ ഇല്ല. അത് വയനാടും ഇടുക്കിയുമാണ്. കാരണം അവ രണ്ടും മലമ്പ്രദേശങ്ങളാണ്. ഇനി കടൽ തീരമില്ലാത്ത 5 ജില്ലകളുണ്ട്. ഇതിൽ കോട്ടയം ജില്ലയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കോട്ടയത്തിന് കടൽ തീരവുമില്ല, മറ്റൊരു സംസ്ഥാനവുമായി അതിർത്തിയുമില്ല. മറ്റു ജില്ലകളാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ലോക്ഡ് ജില്ലയാണ് കോട്ടയം. ഇത് പരീക്ഷയ്ക്ക് നിങ്ങളെ കൺഫ്യൂഷനാക്കാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക. അടുത്തത് നമുക്ക് വിമാനത്താവളങ്ങളെയും തുറമുഖങ്ങളെയും പറ്റി പഠിക്കാം. കേരളത്തിലിപ്പോൾ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ, പിന്നെ കണ്ണൂർ. ഇനി തുറമുഖങ്ങളുടെ കാര്യം നോക്കൂ. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും പ്രധാന തുറമുഖങ്ങളുണ്ട്. എന്നാൽ ഇതിൽ എറണാകുളത്തുള്ള കൊച്ചി തുറമുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു മേജർ പോർട്ടാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ തുറമുഖങ്ങളിലൊന്നാണ് കൊച്ചി. അപ്പോ കേരളത്തിലെ ഏക മേജർ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചിയാണ്, എറണാകുളം ജില്ലയിൽ. മറക്കണത്? നമ്മുടെ ചില ജില്ലകൾക്ക് ചില ഓമന പേരുകളുണ്ട്. പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കുക അഥവാ മാച്ച് ദി ഫോളോയിങ് എന്ന രീതിയിൽ ഈ ചോദ്യങ്ങൾ ഉറപ്പായും വരും. തിരുവനന്തപുരം പ്രതിമകളുടെ നഗരമെന്നും ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നും അറിയപ്പെടുന്നു. കോട്ടയം അക്ഷരനഗരമാണ്. ഇടുക്കി കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറയാണ്. തൃശൂരാകട്ടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. 7 ഭാഷകൾ സംസാരിക്കുന്ന നാടായതുകൊണ്ട് കാസർഗോഡിനെ സപ്തഭാഷാ സംഗമഭൂമി എന്നും വിളിക്കുന്നു. ഈ പേരുകളും അതിന്റെ കാരണങ്ങളും ഉറപ്പായും പഠിച്ചുവെക്കണം കേട്ടോ. നമ്മുടെ കേരളം വെള്ളത്താൽ സമ്പന്നമായ ഒരു നാടാണല്ലേ. ഒരുപാട് പുഴകളും കായലുകളും അണക്കെട്ടുകളുമുണ്ട്. നമ്മുടെ EVS പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കൃത്യമായി എഴുതണം. ആകെ 44 നദികളാണ് കേരളത്തിലുള്ളത്. ചെറുതും വലുതുമായി 44 നദികൾ. ഈ നമ്പർ ഓർത്തുവെക്കുക. ഈ 44 നദികളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതായത് അറബിക്കടലിൽ ചെന്നുചേരുന്നു. പക്ഷേ ഒരു 3 നദികൾ മാത്രം വഴിമാറി കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അവ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. ഏതൊക്കെയാണ് ആ 3 വികൃതിക്കുട്ടന്മാരെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, ഇതാണ് ആ 3 പേർ: കബനി, ഭവാനി, പാമ്പാർ. ഈ 3 പേരുകൾ ഒരു കാരണവശാലും മറന്നുപോകരുത്. ഇത് ഓർത്തുവെക്കാനൊരു എളുപ്പ വഴിയുണ്ട്. KBP എന്നോർത്താൽ മതി. K for കബനി, B for ഭവാനി, P for പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ: കബനി, ഭവാനി, പാമ്പാർ. ഇത് പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നദികളുമായി ബന്ധപ്പെട്ട കുറച്ച് സൂപ്പർസ്റ്റാറുകളെ പരിചയപ്പെടാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയേതാണ്? പെരിയാർ. ഏറ്റവും ചെറിയ നദിയോ? കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴ. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയും നമ്മുടെ വടക്കേയറ്റത്തുള്ള കാസർഗോഡാണ്. അവിടെ 12 നദികളുണ്ട്. ഇനി ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ, അതായത് കൃഷിക്കായി വെള്ളം കൊണ്ടുപോകുന്ന പദ്ധതികൾ ഉള്ളത് ഭാരതപ്പുഴയിലാണ്. ഈ 2 കാര്യങ്ങളും തമ്മിൽ മാറിപ്പോകരുത്. ഡാം എന്ന് കേട്ടാൽ പെരിയാർ, ജലസേചനം എന്ന് കേട്ടാൽ ഭാരതപ്പുഴ. നദികൾ കഴിഞ്ഞാൽ കേരളത്തിന്റെ മറ്റൊരു ജലസമ്പത്താണ് കായലുകൾ. കേരളത്തിലാകെ 34 കായലുകളാണുള്ളത്. ഇതിൽ 27 എണ്ണത്തിന് കടലുമായി നേരിട്ടു ബന്ധമുണ്ട്. എന്നാൽ 7 കായലുകൾക്ക് കടലുമായി ബന്ധമില്ല. അവയെ നമ്മൾ ഉൾനാടൻ കായലുകൾ എന്നു പറയും. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് പഠിക്കുമ്പോൾ എപ്പോഴും 3 കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കണം. 1. അണക്കെട്ടിന്റെ പേര്. 2. അത് ഏത് നദിക്ക് കുറുകെയാണ്. 3. അത് ഏത് ജില്ലയിലാണ്. ഉദാഹരണത്തിന് നെയ്യാർ അണക്കെട്ട് നെയ്യാർ നദിയിൽ, തിരുവനന്തപുരം ജില്ലയിൽ. അതുപോലെ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിൽ, പാലക്കാട് ജില്ലയിൽ.
ഈ ടേബിൾ പലതവണ വായിച്ചു പഠിക്കണം കേട്ടോ. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കൊള്ളാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. ഇതൊരു ഫൈനൽ ചെക്ക്ലിസ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ഉറപ്പിച്ചോളൂ. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാ? KBP, കബനി, ഭവാനി, പാമ്പാർ. റെയിൽവേ പാതയില്ലാത്ത ജില്ലകളോ? വയനാടും ഇടുക്കിയും. ആരുമായും അതിർത്തി പങ്കിടാതെ, കടലുമില്ലാതെ കേരളത്തിന്റെ ഹൃദയഭാഗത്തുള്ള ജില്ല ഏതാണ്? കോട്ടയം. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിക്കുന്നു. തൃശൂർ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഏറ്റവും വലിയ നദി പെരിയാറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നദികളുള്ളത് കാസർഗോഡാണ്. ഈ കാര്യങ്ങൾ തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. കുട്ടികളെ, നമ്മളീ പഠിക്കുന്നതൊന്നും വെറും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമല്ലാട്ടോ. ഇത് നമ്മുടെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള അറിവാണ്. നമ്മുടെ നാടിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ കഥ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓരോ ജില്ലയ്ക്കും ഓരോ പുഴയ്ക്കും അതിൻ്റെതായ ഒരു കഥ പറയാനുണ്ടാകും. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മളിപ്പോൾ പഠിച്ച ഈ കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച് ഏറ്റവും കൗതുകം തോന്നിച്ച കാര്യം എന്താണ്? അതൊരു പക്ഷേ കടലില്ലാത്ത കോട്ടയം ജില്ലയായിരിക്കാം, അല്ലെങ്കിൽ കിഴക്കോട്ട് മാത്രം ഒഴുകുന്ന ആ 3 നദികളായിരിക്കാം. നിങ്ങളുടെ ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തുക. വരാനിരിക്കുന്ന CM കിഡ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ എന്റെ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പരീക്ഷ എഴുതുക.